തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചലഞ്ച് ചെയ്യേണ്ടത് പരാജയപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. ഞാൻ 89 വോട്ടിന് തോറ്റ ഒരു സ്ഥാനാർത്ഥിയാണ്. 89 വോട്ടിന് മാത്രം. അന്ന് 6000 കള്ള വോട്ടുകൾ എനിക്കെതിരെ അവിടെ നടന്നിട്ടുണ്ട്. ഞാൻ കോടതിയിൽ പോയി ഈ ബഹളമൊന്നും ഞാൻ വെച്ചില്ല. അതിൽ 80 പേര് ഞാൻ പ്രൂവ് ചെയ്തു. പക്ഷെ അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ എതിർ സ്ഥാനാർത്ഥി മരിച്ചുപോയി. ഞാൻ കേസ് വിഡ്രോ ചെയ്തു. എടോ, ഇതാണ് രാഷ്ട്രീയത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ, ചട്ടം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് പോവാൻ ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും പോയിട്ടുണ്ട്. സുരേഷ് ഗോപി മറുപടി പറയേണ്ട ഒരു ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് നടത്തിയത് പാർട്ടിയാണ്. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി മാത്രമാണ്. 1% പോലും അദ്ദേഹത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് സാധുവായിട്ടുള്ളതാണ്. 3/4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ്. എന്തെങ്കിലും ആക്ഷേപം ഉണ്ടായിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ചട്ടം ലംഘിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ പോകാമായിരുന്നു. കോടതി അത് പരിഗണിക്കട്ടെ.